കേസിൻ്റെ ഇൻഗ്രീഡിയൻസിൽ ഇവർക്ക് ജാമ്യം കിട്ടാൻ പറ്റുന്ന കാര്യങ്ങൾ പ്രതിഭാഗത്തുനിന്നും ബോധ്യപ്പെടുത്ത ഒരു ഘട്ടത്തിലും കൃത്യമായിട്ട് പറഞ്ഞ് ഇവിടെ പ്രധാനമായിട്ടും ആ 2 സെക്ഷനുകളെ പ്രൂവ് ചെയ്യാൻ വേണ്ടി പ്രതിഭാഗം അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്തു നിന്നും വന്നിട്ടുള്ള ആർഗ്യുമെൻസിനെ ഒന്നും പ്രോസിക്യൂഷൻ എതിർത്തിട്ടില്ല. പിന്നെ ഒരു പ്രൊസീജിയറുണ്ട്, ആ പ്രൊസീജിയർ മാത്രം അവിടെ കംപ്ലൈന്റ്. സ്വാഭാവികമായിട്ട് പോലീസ് എടുത്ത കേസ് സ്വാഭാവികമായിട്ട് പോലീസിന് പ്രോസിക്യൂഷൻ എതിർക്കാൻ സാധിക്കില്ല. സിംഗിൾ ലൈൻ ഒരു പ്രീമാച്യൂർ സ്റ്റേജ് ആണ്, എൻക്വയറി സ്റ്റേജ് ആണ്. സോ അത്രേ ഉള്ളൂ. ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന അത് ഒരു പ്രോസിക്യൂട്ടറിന്റെ മിനിമം, അത് കേസിനെ കുറിച്ച് പഠിക്കുന്ന ആർക്കും മതിയാ. കോടതിയിൽ ഇന്ന് വളരെ ഗംഭീരമായി നമ്മൾക്ക് പ്രസന്റ് ചെയ്യാനുള്ള, പ്രത്യേകിച്ച് പ്രതിഭാഗത്തിന് പ്രസന്റ് ചെയ്യാനുള്ള അവസരം കോടതിയിലുണ്ടായി. അത് എല്ലാ കാര്യങ്ങൾക്കും ഇവരുടെ ഒബ്ജക്ഷൻ നടത്തിയത് ഈ മറ്റേ സംഘടനയുടെ ആളുകൾ മാത്രമാണ് അവിടെ ഒബ്ജക്ഷൻ പറഞ്ഞത്. വേറെ ആരും അവിടെ ഒബ്ജക്ഷൻ പറഞ്ഞില്ല. പ്രോസിക്യൂഷൻ്റെ ഭാഗത്തുനിന്നും നമ്മൾ കൊണ്ടുവന്ന സത്യസന്ധമായ കാര്യങ്ങളെ ഒന്നും അല്ലാതെ നമ്മൾ നുണയായിട്ടുണ്ടല്ല, നമ്മൾ കൊണ്ടുവന്ന സത്യസന്ധമായ ഒരു കാര്യങ്ങളെയും പ്രോസിക്യൂഷൻ അവിടെ എതിർത്തില്ല. അതായത് ഈ പെൺകുട്ടികൾ മൊഴി മാറ്റി നിർബന്ധിച്ചാണ് മൊഴി നൽകിയത് എന്നടക്കമുള്ള വിവരങ്ങൾ ബാധിച്ചു, ആരോഗ്യ പ്രശ്നങ്ങൾ അടക്കം ഉന്നയിച്ചു പ്രോസിക്യൂഷൻ പ്രതിഭാഗം ഉന്നയിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇതിനകത്ത് അവരുടെ മാതാപിതാക്കളുടെ മൊഴി, ഇത് മാത്രമല്ല ഇവരുടെ ഏജ് പ്രൂഫ്, ഇവർ കൺവേർട്ടഡ് അല്ല എന്നുള്ള പ്രൂഫ്, ഇതെല്ലാം അഫിഡവിറ്റ് സഹിതം ഹാജരാക്കാൻ നമുക്ക് കഴിഞ്ഞു. ആ കാര്യത്തിൽ കോടതി കൺവിൻസ്ഡ് ആണ്. അതായത് ഇതിൻ്റെ കോടതിയുടെ ഫാക്റ്റിനെ ബാധിക്കുന്ന ഒരു ഇഷ്യൂവിലും അല്ലെങ്കിൽ ഈ കേസിനെ ബാധിക്കുന്ന ഒരു ഇഷ്യൂവിലും ഓരോ ഒബ്ജക്ഷനും പ്രോസിക്യൂഷൻ NIA പ്രോസിക്യൂട്ടറുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നാളെ തന്നെ ജാമ്യം കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അത് ഇത് അപ് ടു നാളെ ജാമ്യം കിട്ടുമെന്ന് ഞാൻ പറയുന്നത് ശരിയല്ല. പ്രതീക്ഷ എനിക്ക് വലിയ പ്രതീക്ഷയാണ്. അല്ലല്ല, അത് ഏതെങ്കിലും ഒരു പ്രോസിക്യൂട്ടറിന് അത് എവിടെയെങ്കിലും ഒരു ജാമ്യാപേക്ഷയെ ഞാൻ അനുകൂലിക്കുന്നു എന്ന് ഇന്ത്യയിൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവിടെ നമ്മുടെ ഭാഗത്തു നിന്നുള്ള ന്യായ അന്യായങ്ങളെ ശരിയും തെറ്റും പറയുക എന്നുള്ളത് പ്രോസിക്യൂട്ടർ, ആ മര്യാദ പ്രോസിക്യൂഷൻ ഗംഭീരമായി ചെയ്തിട്ടുണ്ട്. അല്ല, ഇതിൽ നമ്മളിപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തെറ്റിദ്ധാരണയുണ്ട് കേസ് അന്വേഷണത്തിൽ എന്നുള്ളതാണ്. യാഥാർത്ഥ്യത്തിൽ അത് കേസിന്റെ അന്വേഷണത്തിന്റെ പൂർത്തീകരണത്തിലാണ്. പക്ഷേ അപ്പോഴും ഇങ്ങനെ ജാമ്യം കൊടുക്കരുത്, അത് കേസ് അല്ല അതെ നിങ്ങളെ ക്രിമിനൽ കേസിന്റെ പ്രൊസീജിയറിൽ ഒരു പ്രോസിക്യൂട്ടർ സിംഗിൾ ലൈനിൽ ഏറ്റവും അവസാനം പറയുന്നത് എന്തോ അത് മാത്രമേ. സിംഗിൾ ലൈനിൽ അങ്ങനെ പറയുന്നു, പക്ഷേ അത് വാദമായിട്ട് അല്ലല്ല, അവിടെ ഈ കേസിന് ജാമ്യം ലഭിക്കേണ്ടതായ ഒരു വിഷയത്തിലും, അതായത് ഈ 2 സെക്ഷനുകളെ കൃത്യമായി കോടതിയുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അവിടെ എവിടെയും പ്രോസിക്യൂഷൻ യാതൊരു തരത്തിലും അതിന് ഈ സെഷൻസ് കോടതി ഇത് തള്ളിയത്, ജാമ്യാപേക്ഷ പരിഗണിക്കാതെ തള്ളിയത്, ഇത് NIA കോടതിയുടെ NIA ആക്ട് വരുന്ന നിയമമായതുകൊണ്ടും NIA ആക്ട് വരുന്നതുകൊണ്ടല്ല, സെക്ഷൻ 143 അനുസരിച്ചുള്ള ഷെഡ്യൂൾഡ് ഒഫൻസ് ആണ്. ആ ഷെഡ്യൂൾഡ് ഒഫൻസ് പണ്ട് 130 ആയിരുന്നു, ഇപ്പോൾ BNS വരുമ്പോൾ 143 ആണ്. ആ ഷെഡ്യൂൾഡ് ഒഫൻസ് 10 ആണ്. അത് പ്രകാരം ഇവിടുത്തെ ഹൈക്കോർട്ടിൻ്റെ റൂളിംഗ് അനുസരിച്ചാണ് ഇത്തരം കേസുകൾ 143 അനുസരിച്ചുള്ള കേസുകൾ NIA കോർട്ടിൻ്റെ വിചാരണയ്ക്ക് പോകുന്നുണ്ട്. എന്നാൽ ഈ കേസിൽ അത്തരത്തിലുള്ളൊരു NIA അന്വേഷിക്കാനുള്ള ഒരു നോട്ടിഫിക്കേഷൻ സർക്കാരിൽ നിന്ന് വന്നിട്ടില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ നമ്മുടെ മുമ്പിലുണ്ടായിരുന്നു. പക്ഷേ അത് പരിഗണിക്കുന്ന സാഹചര്യമുണ്ടായി. തീർച്ചയായിട്ടും ഞാൻ ഇതുവരെ ഇതിനോട് സഹകരിച്ച ഞാൻ ചുമ്മാ പറയുന്നതല്ല, വളരെ ഗൗരവമായി പറയുന്നു, നമ്മളോട് സഹകരിച്ച എല്ലാവർക്കും ഒരു വാക്യം ഉണ്ട്. അതാണ് ആന്റി കൺവേർഷൻ ബിൽ. അതും പ്രൂവ് ചെയ്യാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒറ്റ വരി ഒന്നുകൂടി ഞാൻ വ്യക്തതയ്ക്ക് വേണ്ടി, ഒറ്റ വരിയിൽ സാങ്കേതികമായ തടസ്സങ്ങൾ, അത് സ്വാഭാവികമായും ആകെ പറഞ്ഞ ഇതാണ് അന്വേഷണത്തിന്റെ സ്റ്റേജാണ്. സോ ദാറ്റ്സ് ഓൾ. അതൊരു തിരിച്ചടിയാവുന്ന ഒരിക്കലും ഈ കേസിൽ ആ ഒരു വാക്ക് ഒരു തിരിച്ചടിയോ കാര്യങ്ങളോ ആകില്ല. കേസിന്റെ മെറിറ്റിൽ അത് തീരുമാനമെടുക്കേണ്ട കോടതിയാണ്. വരില്ല. കേസിന്റെ മെറിറ്റിൽ ഓരോ ഒബ്ജക്ഷനും പ്രോസിക്യൂഷൻ പറഞ്ഞിട്ടില്ല. ആ വാക്ക് അതായത് ഈ കേസിന്റെ സത്യസന്ധമായ അവസ്ഥയെ എവിടെയും ഇല്ല ജാമ്യം എതിർക്കുന്നത് അല്ല. ആ വിഷയത്തിലേക്ക് കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട, മനസ്സിലായില്ലേ? ആ വിഷയത്തിൽ ഏർലി സ്റ്റേജ് ഓഫ് ആൻ ഇൻവെസ്റ്റിഗേഷൻ, ഏർലി സ്റ്റേജ് കയറിലേക്ക് അങ്ങനെ പറഞ്ഞാൽ പറ്റൂ, എനിക്കറിയാം.
എയർലി സ്റ്റേജ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ എന്ന ഒരൊറ്റ വാക്ക് അതിനപ്പുറത്തേക്ക് ഒന്നും അവിടെ സംഭവിച്ചിട്ടില്ല. പ്രോസിക്യൂഷൻ ഈ കേസിൻ്റെ മെറിറ്റിൽ അവർക്ക് ജാമ്യം ലഭിക്കേണ്ടതായ പ്രതിഭാഗം ബോധ്യപ്പെടുത്തേണ്ടതായ വിഷയങ്ങളിൽ പ്രോസിക്യൂഷൻ യാതൊരു തരത്തിലും എതിർപ്പുണ്ടായില്ല. അതിനെ അവർ ശരിവെക്കുന്ന വെച്ചാൽ എതിർത്തില്ല. അഭിഭാഷകന്റെയോ ബിജെപിയുടെ ഇന്ന് രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ള ആളുകൾ പറഞ്ഞത് ഇതിലൊരു തെറ്റിദ്ധാരണ വന്നിട്ടുണ്ട് എന്നാണ്. ഒരു തെറ്റിദ്ധാരണ വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഈ കേസിന്റെ കാര്യമായിട്ട് ബന്ധം. അത് ബോധ്യപ്പെടുത്താൻ പറ്റിയിട്ടുണ്ട്. ഞാനിപ്പോൾ എല്ലാ കാര്യവും എനിക്ക് വിശദമായ ജാമ്യം കിട്ടിയതിന് ശേഷം എനിക്ക് കുറേ കാര്യങ്ങൾ ഞാൻ പറയാം. തീർച്ചയായിട്ടും അങ്ങനെ കുറേ കാര്യങ്ങൾ ഇവിടെ സംഭവിച്ചു. ആ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് ആ കോടതി ഉത്തരവ് വന്ന ആ അമ്മമാരെ കൊണ്ട് ആ മഠത്തിലൊന്ന് കയറ്റി വിട്ടിട്ട് വിശദമായിട്ട് പറയാം. മതപരിവർത്തനം നടന്നിട്ടില്ല എന്ന് എന്തൊക്കെ തെളിവുകളാണ് നമുക്ക് ഹാജരാക്കാൻ സാധിക്കില്ല? കന്യാസ്ത്രീകൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് മതപരിവർത്തനവും നിർബന്ധിത മതപരിവർത്തനവും തമ്മിലുള്ള വ്യത്യാസമാണ്. മതപരിവർത്തനം എല്ലാ സ്ഥലങ്ങളിലും നടക്കുന്നുണ്ട്, അത് സത്യമാണ്. അതിന് പർപ്പസ്ഫുള്ളി സാമ്പത്തികമായ പ്രലോഭനങ്ങൾ കൊണ്ട് നിർബന്ധിത, ഇപ്പോൾ ടിപ്പു ഒക്കെ പണ്ട് കേരളത്തിൽ ചെയ്തെന്താണ്, അത് നമ്മൾ ചർച്ചയാക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ടിപ്പു എവിടം വരെ വന്നു? ടിപ്പു കൊടുങ്ങല്ലൂർ വരെ വന്നു. അവിടം വരെ അവിടുത്തെ പോപ്പുലേഷൻ ഒന്ന് എടുത്ത് നോക്കി. അത് നിർബന്ധിത മത ഇതാണ്. ഇപ്പോൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ക്രിസ്ത്യാനിറ്റിയിലേക്ക് ആളുകൾ വന്നിട്ടുണ്ട് എങ്കിൽ നിർബന്ധിതമായി, ഞാൻ മുമ്പേ സൂചിപ്പിച്ചു, പ്രത്യേകിച്ചും കത്തോലിക്ക സഭ, ഈ രണ്ട് സിസ്റ്റർമാരും കത്തോലിക്ക സഭ അംഗങ്ങളാണ്. നിർബന്ധിത മതപരിവർത്തനം നിരോധിച്ചിട്ടുള്ളൊരു സഭയാണ്. ഒരു കാരണവശാലും അത് പാടില്ല. പക്ഷേ അവിടെ വിശ്വാസം, എനിക്കും നിങ്ങൾക്കും വിശ്വസിക്കാൻ അവകാശമുണ്ട്. അത് ഭരണഘടന, ഇന്ത്യൻ ഭരണഘടന നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ളതാണ്. അത്രേ ഉള്ളൂ. ഞാൻ ചോദിച്ച പ്രധാനപ്പെട്ട ഈ കന്യാസ്ത്രീകൾക്ക് അനുകൂലമായിട്ട് ഇപ്പോൾ പോലീസ് ആരോപിച്ച പ്രധാനപ്പെട്ട കാര്യം, പെൺകുട്ടികളുടെ ഏജ് ഈ ട്രൈബൽ കമ്മ്യൂണിറ്റി എല്ലാം വരുന്നതാണ്, അവിടുത്തെ ലോക്കൽ അതോറിറ്റി അറിയിച്ചിട്ടില്ല. മാത്രമല്ല ഈ കൺവേർട്ട് ചെയ്യാൻ കൊണ്ടുപോയതാണ് തുടങ്ങിയ ഈ പെൺകുട്ടികൾ മറ്റൊരു മതവിശ്വാസിയാണെന്നൊക്കെയാണ് ആരോപിച്ചത്. നമുക്ക് ഇത് കന്യാസ്ത്രീകൾക്ക് അനുകൂലമായിട്ട് എന്തൊക്കെ തെളിവുകളാണെന്ന് കോടതിയിൽ നിരത്താനായത്? അനുകൂലമായിട്ടുള്ള വാദങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് ഇവരുടെ പ്രായത്തിന്റെ കൃത്യമായ പ്രൂഫ് ഹാജരാക്കാൻ കഴിഞ്ഞു.